എത്ര നേരമായി ഇവളോട് പറയുന്നു എൻ്റെ ഗുളിക എടുത്ത് വരാന്. ഇതുവരെ അവൾക്ക് എൻ്റെ ഗുളിക എടുത്തരാൻ സമയമായിട്ടില്ല. ഒരു പാകത്ത് കിടക്കാനുള്ളതാ, അതിന് പോലും സമ്മതിക്കാതെ എന്നെ ഇങ്ങനെ ഇവിടെ ഇരുത്തിക്കുക. അമ്മേ, അമ്മ പോയി കിടന്നോളൂ. എൻ്റെ ഗുളിക എവിടെ? മരുന്ന് കഴിച്ചിട്ടില്ല ഞാൻ. മരുന്ന് റൂമിൽ വെച്ചിട്ടുണ്ട് അമ്മേ, കിടക്കുമ്പോൾ എടുത്ത് കഴിക്കാലോ. അതെൻ്റെ കയ്യിൽ വന്ന് കൊണ്ട് തന്നുകൂടാ നിനക്ക്? നേരെ പിള്ളേരോടെ റൂമിൽ നിന്ന് ഒഴിയാൻ പറ, എനിക്ക് അവിടെ പോയി കിടക്കണം. എന്താടി നിന്റെ ഫോൺ വിളിയൊക്കെ കഴിഞ്ഞാ? നീ എന്തൊക്കെയാ പറയുന്നത്? എന്ത് ഫോൺ വിളി? എടി മോളെ, നിന്നെ എനിക്ക് അറിഞ്ഞൂടെ? നീ എന്തൊക്കെ കള്ളത്തരം കാണിച്ചിട്ടാണ് ഇവിടെ നിന്ന് കിടങ്ങുന്നതെന്ന് എനിക്കറിഞ്ഞൂടെ? നീ ഫോൺ വിളിക്കണതൊക്കെ ഞാൻ കേട്ടു. കവി, എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കേ, വെറുതെ ഇല്ലാതെ പറയണ്ടേട്ടാ. ആഹാ, നിങ്ങൾ ഇന്ന് ഇവിടെയാണോ കിടക്കുന്നത്? ആ, ഇവിടെ കിടക്കാന്ന് വിചാരിച്ചു. അതെ, നിങ്ങൾ എല്ലാവരും ഇന്ന് പുറത്തെ ഹാളിൽ കിടന്നോളൂ. ഞാനൊന്നും കിടക്കില്ല, എനിക്ക് എൻ്റെ റൂം തന്നെയാണ്. എനിക്ക് ഇവിടെ കിടന്നാലേ ഉറക്കം വരുള്ളൂ. നിങ്ങൾ പറഞ്ഞോട് അനുസരിച്ചാൽ മതി. അച്ഛനൊക്കെ ഇവിടെ കിടക്കണമെന്നാ പറഞ്ഞത്. നിങ്ങൾ വേഗം അങ്ങോട്ട് പോ, അവിടെ ഹാളിൽ പോയി കിടക്ക്. അച്ഛമ്മ എൻ്റെ റൂമിലാണ് കിടക്കുന്നത്. അമ്മ, ഞാൻ ആ ഹാളിൽ സോഫ ഇട്ടേരാ, അവിടെ കിടക്കാൻ പറഞ്ഞൂടെ അമ്മയോട്? ഞാൻ പോയി പായ എടുത്തിട്ട് തരാം, നിങ്ങൾ അവിടെ പോയി കിടക്ക്. ഇല്ലേ നമ്മുടെ വകയിൽ നിന്ന് എനിക്ക് കേൾക്കും. കേട്ടല്ലോ, എല്ലാവരും ഹാളിലാ കിടക്കുന്നത്. പായ പോയി ഹാളിൽ കിടന്നോളൂ. അമ്മേ, ചേച്ചിക്ക് ഒരുപാട് കഥകൾ അറിയാം. ചേച്ചിയുടെ കൂടെ കിടന്നിട്ടുണ്ടെങ്കിൽ മോൾക്ക് ചക്കിമോൾക്കില്ലേ ഒരുപാട് കഥകൾ പറഞ്ഞുതരും. പ്രായത്തിന്റെ കഥയും എല്ലാ കഥകളും പറഞ്ഞുതരും. എന്ന് വെച്ച ഗോസ്റ്റിന്റെ കഥ. പറഞ്ഞുതരാം. നീ എന്റെ കൂടെ വന്ന് കിടക്കണം, പറ്റോ? ഇവിടെ കിടക്കാതെ എന്റെ കൂടെ വന്ന് കിടക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് ഗോസ്റ്റിന്റെ കഥ പറഞ്ഞു തരാം, പോരോ? അല്ലെങ്കിൽ എന്റെ ചക്കിമോള് നല്ല കുട്ടിയാണെന്ന് ആന്റിക്ക് അറിയാട്ടാ. എന്താടി ഇതുങ്ങൾക്കൊന്നും ഉറക്കല്ലേ? പോയി കിടന്നുറങ്ങ്. അച്ഛമ്മ ഇന്ന് ഇവിടെയാണോ കിടക്കാൻ പോകുന്നത്? അതെ അതെ, എനിക്ക് ഇവിടെ കിടന്നാലേ ഉറക്കം വരുള്ളൂ. ഇപ്പൊ എന്റെ ചക്കിമോള് മുത്തശ്ശിയുടെ കൂടെ കിടക്കുന്നില്ലേ? ചേച്ചിമാരുടെ കൂടെയോ? മര്യാദക്ക് ഇവിടെ നീ കിടന്നോ. എന്തോന്ന് എന്തോന്ന്? ഇവളുമാര് നിന്നെ പേടി കാട്ടുട്ടോ. നീ മുത്തശ്ശിയുടെ കൂടെ വന്ന് കിടക്കിവിടെ. ഞാൻ ഈ പായ ആദ്യം ഇരട്ടേട്ടാ. ഇന്ന് നമ്മളെല്ലാവരും ഇവിടെ കിടക്കുന്നത്. ആ പാറും ലച്ചും കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. എല്ലാരും കിടന്നോ? ആ, നീ എവിടെയെങ്കിലും ഒന്ന് കിടക്ക്. എന്ത്, നിനക്ക് ഉറക്കൊന്നില്ലേ? കിടന്നുറങ്ങിയോക്ക്. അനു, നീ വേഗം കഥ പറഞ്ഞു കൊടുത്താ, ഇല്ലെങ്കിൽ ഈ പെണ്ണ എന്റെ റൂമിക്ക് പോട്ടാ. എന്ത് കഥ ഇപ്പൊ ഞാൻ പറഞ്ഞു തരിക? അത് ചേച്ചി, ഈ സുമതി വളവിന്റെ കഥ പറഞ്ഞു തരുമോ? കുറെ ഞങ്ങൾ കേൾക്കുന്നു, അത് പറഞ്ഞു തരുമോ? സുമതി വളവ് ശരിക്കും അവിടെ പ്രേതങ്ങളൊക്കെ ഉണ്ടോ? ഞാൻ കഥ പറഞ്ഞുതരാം. എനിക്ക് അവിടെ പ്രേതം ഉണ്ടോ ഇല്ലേന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ആ, നീ ഒന്ന് കഥ പറയ്. ഇത് എത്രയോ വർഷം മുന്നേ നടന്ന കഥയാണ് കേട്ടോ. ഏകദേശം ഒരു 60 വർഷം മുന്നേ ഒക്കെ നടന്ന കഥയാണ്. തിരുവനന്തപുരം ജില്ലയിലെ പാലോട് ഗ്രാമത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. അവിടെ അതിസുന്ദരിയായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളുടെ പേരാണ് സുമതി. അവളുടെ അമ്മ ഒരു അരിയ കച്ചവടക്കാരിയായിരുന്നു. അരി വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ടാണ് അവര് ജീവിക്കുന്നത്. അത് ശരി, ഞങ്ങളെ കൂട്ടാതെ നിങ്ങൾ ഇവിടെ കഥ പറഞ്ഞു രസിക്കായിരുന്നു അല്ലേ? ആ, നിങ്ങൾ ഉറങ്ങിയിട്ടില്ലായിരുന്നോ? നിങ്ങൾ ഉറങ്ങിയെന്ന് വിചാരിച്ചിട്ടാ വിളിക്കാതിരുന്നത്. ഒരു വാക്ക് പറഞ്ഞാലല്ലേ ഞങ്ങൾക്ക് വരാൻ പറ്റുള്ളൂ. നിങ്ങൾ അവിടെ റൂമിലാവും കിടക്കുന്നതല്ലേ ഞങ്ങൾ വിചാരിച്ചേ? ഇവിടെ ഹാളിൽ കിടക്കുന്ന ഞങ്ങൾ വിചാരിച്ചോ? ലച്ചു, ചേച്ചിമാർക്ക് ഇപ്പൊ നമ്മളെയൊന്നും വേണ്ട ഇവരെ കിട്ടിയപ്പോ. അത് ശരിയാ പാറു, ചേച്ചിമാർക്ക് നമ്മളെയൊന്നും വേണ്ട, ഇവര് രണ്ടോടും മതി. അല്ലെങ്കിൽ നമ്മളെ വിളിക്കില്ല ഇവിടെ കിടക്കുമ്പോ. വേണമെങ്കിൽ ഇവിടെ വന്ന് കിടന്നടി. അത് ശരി, നിങ്ങൾ എന്താണ് പറയുന്നത്? ഒന്ന് എവിടെയെങ്കിലും വന്ന് കിടക്കടി, കഥ കേൾക്കാനാ. ഒന്ന് എവിടെയെങ്കിലും വന്ന് കിടക്കടി. ചക്കിമോൾ എന്റെ അടുത്ത് കിടന്നോട്ടെ, ഇല്ലെങ്കിൽ അവിടെ മുത്തശ്ശിയുടെ റൂമിൽ പോകും. അവിടെ പോയാൽ അവിടെ മൂത്രം വയ്ക്കോളൂ. അത് ശരി, നിങ്ങൾ എല്ലാവരും കൂടെ ഒത്തുകളിയാണല്ലേ? ശരിയൊക്കെ തരുന്നുണ്ട്. ഈ പാറു വന്നില്ല, അപ്പൊ തന്നെ തല്ലൂടാൻ തുടങ്ങി. ഇപ്പൊ എത്ര നേരം എന്ത് രസത്തിലാണ് ഞങ്ങൾ കഥ കേട്ടോണ്ടിരുന്നത്. ചേച്ചിയെ വേണ്ടട്ടാ,
ഒന്ന് മിണ്ടാതെ കിടക്കുവോ, ഇല്ലെങ്കിൽ ഞാൻ കഥ പറയില്ല കേട്ടോ. ആ മിണ്ടാതെ കിടക്ക, കഥ പറയ്. കഥ ഒന്ന് ആദ്യം മുതൽ പറയണം കേട്ടോ. അതൊന്നും വേണ്ട, പറഞ്ഞ മുതൽ പറഞ്ഞാൽ മതി. പിന്നെ ഇനിയിപ്പോ കഥ ആദ്യം മുതൽ പറയാൻ എത്ര നേരം പിടിക്കും? ഈ പൊടി അവിടുന്ന് എന്ത് സാധനം ഇത്? ഈ പൊടി എന്തിനാ വെറുതെ കാട്ടുന്നത്? അയ്യോ, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഞാൻ ആദ്യം മുതൽ പറഞ്ഞേക്കാം. ഈ സംഭവം കുറെ വർഷങ്ങൾക്ക് മുന്നേ നടന്നതാണ് കേട്ടോ. തിരുവനന്തപുരം ജില്ലയിലെ പാലോട് ഗ്രാമത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. അവിടെ അതിസുന്ദരിയായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളുടെ പേരാണ് സുമതി. അവളുടെ അമ്മ എന്ത് ചെയ്യാണ്, അരിക്കച്ചവടം നടത്താറാണ് പതിവ്. അരിക്കച്ചവടം നടത്തിയിട്ടാണ് സുമതിനെ നോക്കാറുള്ളത്. തീരെ കാശില്ലാത്ത കുടുംബമാണ്, പാവപ്പെട്ടവരാണ് അവർ. അവിടെ ഏറ്റവും വലിയ പണക്കാരനായിരുന്നു ഒരാളുണ്ടായിരുന്നു. താണു എന്നാണ് അവരുടെ പേര്. അവർക്ക് എന്താണ്, ഒരു മകനുണ്ട്, രത്നാകരൻ എന്നാണ് അയാളുടെ പേര്. ഈ രത്നാകരൻ ഒരു ദിവസം നമ്മുടെ സുമതിയെ കണ്ടുമുട്ടുന്നു. അതിസുന്ദരിയായ സുമതിയെ കണ്ടപ്പോൾ രത്നാകരന് ഭയങ്കര ഇഷ്ടം തോന്നി. അങ്ങാർക്ക് സുമതിയോട് പ്രേമായിരിക്കും അല്ലേ? ചെറിയ വയലിൽ വലിയ വർത്തമാനങ്ങൾ പറയലടി. ഒന്ന് കഥ പറയോ? അങ്ങനെ സുമതിയും ആ രത്നാകരനും വളരെയധികം അടുത്തു. അവര് ഭയങ്കര സ്നേഹത്തിലായി. അങ്ങനെ സുമതി ഗർഭിണിയായി. നിന്റെ മണ്ടക്കിട്ടൊരു കൊട്ട് കിട്ടുപ്പോ ആവശ്യമില്ലാതെ ചോദിക്കാൻ നിൽക്കണോ? കഥ കേട്ടാ പോരെ? കഥ പറയുമ്പോ മിണ്ടരുത്, അതല്ലേ പറഞ്ഞത്. പാറു, നിന്നോട് മിണ്ടായിക്കാനാ പറഞ്ഞേട്ടാ, അല്ലെങ്കിൽ ഞാൻ കഥ പറയില്ലേ? ആ, അങ്ങനെ നമ്മുടെ സുമതി ഗർഭിണിയായിരുന്നപ്പോൾ താണു മുതലാളിക്കും അയാളുടെ മകൻ രത്നാകരനതും അത് പിടിച്ചില്ല. സുമതിയും സുമതിയുടെ അമ്മയും കൂടിയിട്ട് ഈ വിവരം നാട്ടുകാരനെ എല്ലാം അറിയിച്ചു. രത്നാകരനാണ് ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരോടൊക്കെ പറഞ്ഞു. ഇത് കേൾക്കുന്ന താണു മുതലാളിക്കും രത്നാകരനും അവിടെ യാതൊരു വിലയും ഇല്ലാണ്ടായി. പണക്കാരനെ ആരും മതിക്കുന്നില്ല അവിടെ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവിടെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ അയ്യപ്പൻ വിളക്കായിരുന്നു. ആ വിളക്കിന് നമ്മുടെ സുമതിയും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് രത്നാകരൻ സുമതിയെ കാണുകയും സുമതിയോട് പറഞ്ഞു, നമ്മുടെ ബന്ധം എന്തായാലും അച്ഛൻ സമ്മതിക്കില്ല, അതുകൊണ്ട് നമുക്ക് ദൂരെ എവിടെയെങ്കിലും തമിഴ്നാട്ടിൽ പോയിട്ട് ജീവിക്കാമെന്നൊക്കെ പറഞ്ഞു. എന്നിട്ടോ ഇത് കേൾക്കുന്ന പാവം സുമതി അതൊക്കെ വിശ്വസിച്ചു. എന്നിട്ട് രത്നാകരൻ്റെ കൂടെ കാറിൽ കയറി യാത്ര ഇങ്ങനെ പോവുകയായിരുന്നു. അവർ തമിഴ്നാട്ടിലൊക്കെ പോകണമെന്നാണ് ഇവരുടെ വിചാരം. കാറ് പകുതി എത്തിയപ്പോൾ അതിൽ വേറൊരാളും കൂടി. ആരാണെന്നറിയോ? ഈ രത്നാകരൻ്റെ സുഹൃത്ത് ആ കാറിൽ കയറിയിട്ട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് എന്തായാലും ഇവിടെ താമസിക്കാൻ പറ്റില്ല, അപ്പം നിങ്ങൾ തമിഴ്നാട്ടിൽ പോയിട്ട് സുഖമായിട്ട് ജീവിച്ചോളൂ എന്ന് പറഞ്ഞു. ഇത് കേൾക്കുന്ന പാവം സുമതി അതൊക്കെ വിശ്വസിച്ചു. രത്നാകരനും പറഞ്ഞു, നമുക്ക് സുഖമായിട്ട് തമിഴ്നാട്ടിൽ പോയിട്ട് ജീവിക്കാം, ഇവിടെ ആണെങ്കിൽ അച്ഛൻ നമ്മളെ കൊന്നു കളയും എന്നൊക്കെ പറഞ്ഞു. ഇത് കേൾക്കുന്ന സുമതി അതെല്ലാം വിശ്വസിച്ച് കാറിൽ ഇങ്ങനെ യാത്ര തുടർന്നു. ഇടയ്ക്ക് വെച്ച് വേറെ ഏതോ വഴിയിലൂടെ പോകുമ്പോൾ സുമതി ചോദിച്ചു, ഇതേതാ ഈ വഴിയിലൂടെ അല്ലല്ലോ പോവുക എന്ന് പറഞ്ഞു. അപ്പം അവർ പറഞ്ഞു, ഇതൊരു എളുപ്പവഴിയാണെന്ന് പറഞ്ഞു. കുറേ ദൂരം ചെന്നപ്പോൾ വലിയൊരു കാട് പ്രദേശമാണ് കണ്ടത്. കുറേ ദൂരെ എത്തിയപ്പോൾ ഒരു കാട്ടുവഴിയിലൂടെയാണ് പോകുന്നത്. ഇത് കണ്ടപ്പോൾ സുമതിക്ക് ആകെ പേടിയായി. ഇവരെന്നെ എന്തോ ചെയ്യാൻ പോവുകയാണെന്ന് സുമതിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ സുമതി കാറിൽ നിന്നും പെട്ടെന്ന് ചാടിയിട്ട് വേഗം ഓടി. കാട്ടിലൂടെ കുറേ ദൂരം ഓടിയതിൻ്റെ ഇടയിൽ ബാക്കിക്ക് നോക്കുമ്പോൾ ഈ രണ്ടുപേരും കത്തി കൊണ്ട് പിന്നാലെ നടക്കുന്നു സുമതിയെ കൊല്ലാൻ. ഏതോ ഒരു വളവെത്തി നോക്കുമ്പോൾ ആ വളവിൽ വെച്ചിട്ട് സുമതിനെ ഇവർ പിടികൂടുകയും കഴുത്ത് ഞെക്കി കൊല്ലുകയും പിന്നീട് കത്തി ഉപയോഗിച്ച് കഴുത്ത് മുറിച്ച് കൊല്ലുകയും ചെയ്തു. പിന്നീട് ആ കാട്ടിലൂടെ കുറേ ആദിവാസികൾ പോകുമ്പോഴാണ് അവിടെ ഒരു സ്ത്രീ മരിച്ചു കിടക്കുന്നത് കണ്ടത്. അങ്ങനെ പോലീസ് കാണുകയും ഈ താണു മുതലാളിയും ഇവരുടെ മകനെയൊക്കെ പോലീസ് പിടിക്കുകയും ചെയ്തു. കുറേ വർഷങ്ങൾക്ക് ശേഷം അവരെ വെറുതെ വിട്ടു. പക്ഷേ അവർ മരിച്ചു കേട്ടോ, എങ്ങനെയൊന്നും അറിയില്ല. അതല്ല ചേച്ചി, ഇപ്പോഴും പറയുന്നുണ്ടല്ലോ അവിടെ ഓരോരുത്തർ മരിക്കുന്നുണ്ടെന്ന്, അത് സത്യമാണോ? അങ്ങനെയൊക്കെ പറയുന്ന കേൾക്കുന്നുണ്ട്. അതിലൂടെ വണ്ടി വരുമ്പോഴൊക്കെ ഓരോരുത്തർ വണ്ടി ചിലപ്പോൾ ബ്രേക്ക് ഡൗൺ ആവും, ചിലപ്പോൾ അവിടെ ആരെ എച്ചി നടക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് കേൾക്കാം. പിന്നെ വെള്ള സാരി എടുത്ത ഒരു സ്ത്രീയെ കാണാറുണ്ട് എന്നൊക്കെ ആളുകൾ ഇങ്ങനെ പറയും. ശരിയാ സത്യമാണെന്ന് എനിക്കറിയില്ല. അയ്യോ, കേട്ടിട്ട് തന്നെ പേടിയാവുന്നു. ഇനി വേഗം കണ്ണടച്ച് കിടന്നോ, ഇല്ലെങ്കിൽ സുമതിയുടെ പ്രേതം എല്ലായിടത്തും വരൂട്ടാ. നിനക്ക് പേടിയില്ലെന്നല്ലേ പറഞ്ഞേ, അപ്പൊ പോയി എടുത്തിട്ട് വായോ. കവി, നീ പോയിട്ടാ ലൈറ്റ് ഓഫ് ചെയ്യ്. പിന്നെ ഈ വെളിച്ചം കണ്ടിട്ടാണോ കിടക്കുക?
ആ ശരി, എന്നാ ഓഫ് ചെയ്യണില്ല. നിങ്ങൾ വേറെ കഥ പറഞ്ഞുതരുമോ? മിണ്ടാതെ ഇരുന്ന് കിടന്നുറങ്ങിക്കോട്ടോ. ഒരു കഥ പറഞ്ഞില്ലേ, ഇനി നാളെ ഒരു കഥ. ഓരോ ദിവസം ഓരോ കഥ പറഞ്ഞുതരാം. ഇപ്പൊ എന്തായാലും എല്ലാവരും കിടന്നുറങ്ങിക്കേ, എല്ലാവരും കണ്ണടച്ച് കിടന്നുറങ്ങ്. എടി പാറു, നിന്റെ ബാഗ് കിട്ടിയോ? ബാഗൊന്നും കിട്ടിയിട്ടില്ല ചേച്ചി. ഇവളത് എവിടെ കൊണ്ടിട്ടെന്ന് അറിയില്ല. രാവിലെ കിട്ടും, രാവിലെ തെരഞ്ഞു നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അമ്മോട്.